കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ പത്തിരിയും മീൻ മുളകിട്ടതിനെക്കുറിച്ച് ഭയങ്കരമായ ചർച്ചകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നടത്തിയത് ഞാൻ കണ്ട്. എന്തായാലും ആ വിഷയം അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ കുറച്ചധികം ഡ്രസ്സുകൾ വാരിയെടുത്ത് തേച്ച് മിനുക്കി വെക്കുവാണ്. എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. തലേ ദിവസം പ്ലാൻ ചെയ്ത് അതും തലേ ദിവസം വൈകുന്നേരം എന്നാൽ പോയാലോ എന്ന് പിറ്റേ ദിവസം നമ്മൾ പോവുകയും ചെയ്ത്. അപ്പോൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ പിറക്കിതേ തേച്ച് മിനുക്കി വെക്കുവാണ്. ഈ ഒരു ട്രിപ്പ് പോകാൻ നമുക്ക് കുറച്ച് നാൾ മുമ്പ് തൊട്ടേ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനുള്ള ഷോപ്പിംഗ് ഒന്നും അങ്ങനെ വലിയ രീതിയിൽ നടത്താൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ഡ്രസ്സുകളൊക്കെ തൽക്കാലത്തിന് ഞങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സുകളൊക്കെ തേച്ച് അങ്ങനെ കൊണ്ടുപോവാണ്. ഇനിയിപ്പോൾ പോകുന്നിടത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഒരു 1 വീക്ക് ട്രിപ്പാണ് കേട്ടോ. പക്ഷേ ഞാൻ 1 വീക്കിനേക്കുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഷിനാജ് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് ഫവാസിൻ്റെ അടുത്ത് പോയി ബാഗ് വാങ്ങിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ബാഗിലാക്കി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ കയ്യിൽ ട്രാവലിംഗ് ബാഗൊന്നും ഇല്ല. ഒരു യാത്ര പോകുമ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട സാധനമാണ് പെർഫ്യൂം. അപ്പോൾ ഷിനാജിനോട് ഞാൻ പറഞ്ഞ് കടയിൽ നിന്ന് വരുമ്പോൾ ഒരെണ്ണം എടുത്തുകൊണ്ട് പോരാൻ. കാരണം നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് എല്ലാ ബോട്ടിൽസും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെർഫ്യൂം എടുത്തിട്ടാണ് കേട്ടോ വന്നത്. നല്ല സ്മെല്ലാണ് ഇതിന്. ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പർ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് കേട്ടോ. അപ്പോൾ പത്തിരിയും നല്ല തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറി ആയിരുന്നു കേട്ടോ നമുക്ക് നൈറ്റിലേക്ക്. മിക്കവാറും വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കമൻസിൽ പറഞ്ഞ പോലെ തന്നെ ബീഫാ ചിക്കനൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിലായിരിക്കും നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇത് പിന്നെ തലേദിവസം മീൻ വാങ്ങിച്ചത് കൊണ്ട് അങ്ങനെ മീൻ കറി കോമ്പിനേഷൻ ആക്കിയെന്നേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നേരെ ഫവാസിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ബാഗും വാങ്ങിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത്. ഇനി വീട്ടിൽ വന്നിട്ട് വേണം നമുക്ക് സാധനങ്ങളൊക്കെ ഇതിൽ അടുക്കി പിറക്കി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാഗ് വാങ്ങാൻ പോയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ഷിനാജാണ് എല്ലാം ഒതുക്കി പിറക്കി ബാഗിൽ വെച്ചത്. എവിടെ പോയാലും പിന്നെ പാക്കിംഗ് ഒക്കെ ഷിനാജ് തന്നെ ആയിരിക്കും. ഞാനെല്ലാം അടുക്കി പിറക്കി വെച്ച് കൊടുക്കും. കാരണം ഞാൻ പാക്ക് ചെയ്ത ഇത് 10 മാസം ഗർഭമുള്ള പോലെ ഇരിക്കും ബാഗ്.